നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം വർദ്ധിക്കുകയാണ്. ഓരോ വർഷവും കോടികളുടെ വ്യാപാര ഇടപാടുകളാണ് പല രാജ്യങ്ങളുമായും നടത്തിവരുന്നത്. എന്നാൽ ഇന്ത്യയേക്കാൾ ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ ചൈനയാണ് നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്ന രാജ്യമാണ് ചൈന. അതിന് അവർ ആശ്രയിക്കുന്നതും ഗൾഫ് രാജ്യങ്ങളെയാണ്. സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യവും ചൈന തന്നെ എന്നതിൽ സംശയമില്ല. എന്നാൽ ചൈനയെ തൂത്തെറിയാനാണ് സൗദിയുടെ നീക്കം. ചൈനയുടെ ലക്ഷ്യം എന്നത് കറൻസിയായ യുവാനീൻ വ്യാപാരം നടത്താനാണ്. ചൈന GCC രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതും അതിനാണ്. അതിന് GCC രാജ്യങ്ങൾ തയ്യാറായാൽ ഡോളറിനെ കൈവിടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് ഇന്ത്യയും സമാനമായ നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതായത് അമേരിക്കയുമായി ഉടക്കി നിൽക്കുന്നതിനാൽ ഡോളറിലുള്ള ഇടപാടുകൾ ചൈന പ്രോത്സാഹിപ്പിക്കാറില്ല. യുവാനിൽ ഇടപാട് നടത്തണമെന്നാണ് ചൈനയുടെ ആവശ്യം. ഇക്കാര്യം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് സൗദി സന്ദർശനത്തിനിടെ GCC അറബ് രാജ്യങ്ങളോടും അപേക്ഷിക്കുകയും ചെയ്തു. അറബ് രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സൗദി അറേബ്യ, UAE തുടങ്ങി GCC രാജ്യങ്ങളുമായി അടുത്ത സൗഹൃദമാണ് അമേരിക്ക പുലർത്തിയിരുന്നത്. അടുത്ത കാലത്തായി ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ചൈന കൂടുതലായി ഗൾഫ് മേഖലയിൽ ഇടപെടുകയാണ്. സാങ്കേതിക രംഗത്തെ സഹകരണം ചൈന GCCയുമായി ശക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, സുരക്ഷാ കാര്യങ്ങളിലെ സഹകരണം കൂടി വേണമെന്ന് ഷി ജിൻപിങ് ആവശ്യപ്പെടുകയുണ്ടായി. വ്യാപാരം, എണ്ണ, നിക്ഷേപം, സുരക്ഷ എന്നീ കാര്യങ്ങളിലെ സഹകരണമാണ് ചൈനയുടെയും GCCയുടെയും നേതാക്കൾ ലക്ഷ്യമിടുന്നത്. സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കയാണ് ഇതുവരെ GCC രാജ്യങ്ങൾ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ മാറ്റം വരികയാണ്. ഈ വേളയിലാണ് ഡോളർ ഇടപാടുകളിലെ തടസ്സം നീക്കാൻ യുവാനിൽ ഇടപാട് നടത്താമെന്ന് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈന വിദേശ രാജ്യങ്ങളുമായി ഇടപാട് നടത്തുന്നത് യുവാനിലാണ്. ഇന്ത്യയും ഇതേ ആവശ്യം GCC രാജ്യങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. രൂപയിൽ ഇടപാട് നടത്താമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. പ്രാദേശിക കറൻസിയിൽ ഇടപാടുകൾ നടത്തുമ്പോൾ അമേരിക്കൻ ഡോളറിന്റെ മേധാവിത്വം നഷ്ടമാകും. അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. യമനിൽ സൗദി അറേബ്യയും UAEയും സൈനികമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ബോംബ് ആക്രമണങ്ങളിൽ നിരവധി പേരാണ് യമനിൽ കൊല്ലപ്പെട്ടത്. വർഷങ്ങളായി യുദ്ധം നടക്കുന്ന യമൻ ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ്. ഇവിടെ ആക്രമണം നടത്തുന്നതിനെതിരെ US MPമാർ രംഗത്ത് വന്നിരുന്നു. ഇതോടെ സൗദിക്കും UAEയും ആയുധം നൽകുന്നത് താൽക്കാലികമായി അമേരിക്ക നിർത്തിയതും GCC രാജ്യങ്ങൾ ചൈനയുമായി അടുക്കാൻ കാരണമായിട്ടുണ്ട്. ചൈനയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് നടത്തുന്ന മൂന്നാമത്തെ വിദേശ യാത്രയായിരുന്നു സൗദിയിലേക്ക്. ഇവിടെ GCC അറബ് നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി. വ്യാപാര രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ചൈന ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. അറബ് രാജ്യങ്ങൾ യുവാനിൽ ഇടപാട് നടത്താൻ തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും. അതേസമയം എണ്ണ ഉൽപാദനത്തിലും വിലയിലും വരുന്ന മാറ്റത്തിൽ സൗദിയെ കുറ്റപ്പെടുത്തിയാണ് അമേരിക്ക രംഗത്ത് വരാറുള്ളത്. എന്നാൽ ചൈന ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുക. ഈ സാഹചര്യമാണ് ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന ചേരിയിലേക്ക് സൗദിയും UAEയും മാറുന്നതിന് ഒരു കാരണം. ഇങ്ങനെ ഒരു ചേരി രൂപപ്പെടുന്നത് അമേരിക്കയുടെ ലോക നേതാവെന്ന പദവി ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കുന്നതാണ്.